Types of parents part 1. Chess number 1, sentimental approach. മോളെ രേഷ്മേ, ആ പാത്രം ഒന്ന് കഴുകി വെക്കോടി. ഒരുപാട് പാത്രം ഉണ്ട്, നമ്മുടെ കൈ അടങ്ങ് കടഞ്ഞിട്ട് പാടില്ല. ഒന്ന് പോയി കഴുകി വെക്കോ. ആണോ അമ്മ? എനിക്ക് നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് ടീച്ചർ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞിരിക്കണേ. ആ ടീച്ചറാണെങ്കിൽ ഒടുക്കത്തെ സ്ട്രിക്റ്റാണ്. എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരു 5 മിനിറ്റ് ഞാൻ പഠിച്ചിട്ട് ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് ക്ലാസ്സിന് കയറിക്കോളാം. ശരിയമ്മ. അപ്പോ നീ പറഞ്ഞു തരണത് നീ 5 മിനിറ്റിന് ശേഷം നീ പാത്രം കഴുകുള്ളൂന്ന്, അങ്ങനല്ലേ നീ പറഞ്ഞത്? ആ അമ്മ, 5 മിനിറ്റിന് ശേഷം ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കാണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാലേ എനിക്ക് ക്ലാസ്സിന് കയറാൻ പറ്റുള്ളൂ. ആ ടീച്ചർ ആണെങ്കിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനെ വിളിച്ച് പറയും. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, എന്നെ അച്ഛൻ തല്ലി കൊല്ലും. പ്ലീസ് അമ്മ, ഞാൻ 5 മിനിറ്റിന് ശേഷം ചെയ്യാട്ടോ. അപ്പോൾ നിനക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു കാര്യം ഏൽപ്പിച്ചത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നിന്നെ ഞാൻ 10 മാസം ചുമന്നിട്ടാണ് പ്രസവിച്ചത്. അന്ന് എനിക്കറിയത്തില്ലേ? അന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ മോള് കുറച്ച് വലുതായി എനിക്ക് കൈസഹായാവുന്നു. പണ്ടുള്ളവർ പറയുന്ന പോലെ മക്കളെ കണ്ട് മാമ്പൂ കണ്ട് കൊതിക്കരുതായിരുന്നു ഞാൻ. എൻ്റെ തെറ്റാ, നീ എന്നെ കൊല്ലണം അതിന്. ഞാനൊരു കാര്യമല്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു വ്യവസ്ഥയില്ലല്ലോ ഈശ്വര. മോളെ, നീ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഒരു പാത്രമല്ലേ നിൻ്റെ അടുത്ത് ഞാൻ കഴുകാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെന്തേലും ഞാൻ കഴുകാൻ പറഞ്ഞോ? ഇന്നേ വരെ ഞാൻ നിനക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരു പാത്രം കഴുകാൻ പറഞ്ഞതിനാണോ നീ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയും എസ്സേ പറഞ്ഞത്? ഇതാണോ മോളെ? ഇതിനാണോ നിന്നെ ഞാൻ നോക്കി വളർത്തിയത്? 5 മിനിറ്റ് കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ വരും. പാത്രം അങ്ങനെ കിടക്കുന്നതാണോ എനിക്ക് അടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൊച്ചിനോട് പറഞ്ഞത് അതൊന്ന് കഴുകി വെക്കാൻ. നിനക്ക് നിന്റെ കാര്യം പാത്രം. എന്നെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുന്നു പോലും. ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കറിയാം നിനക്ക് എന്നെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ലല്ലോ മോളെ. ഇതിനാണോടി നിന്നെ ഞാൻ വളർത്തിയത്? നിനക്ക് അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും നിന്നെ. നീ ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഞാൻ അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇതിനാണോ നിന്നെ ഞാൻ വളർത്തിയത് മോളെ? നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. നിന്നിലായിരുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷയും. എല്ലാം പോയി. നീ എൻ്റെ അടുത്തൊന്നും പറയണ്ട, ഞാൻ വീട് വിട്ടിറങ്ങി പോവാ. അമ്മ, ഞാനതിനെന്താ പറഞ്ഞത്? അയ്യോ അമ്മ കരയല്ലേ. ഇതേ അച്ഛൻ കണ്ടുകൊണ്ടുവന്ന ഞാനെന്തെങ്കിലും ചെയ്തിട്ടാന്ന് വെച്ചാൽ എന്നെ തല്ലിക്കൊല്ലും. ഞാനിപ്പോൾ പോയി കഴുകാം. അവിടെ നിൽക്കാം, ഞാൻ പോയി കഴുകാം. ആരും അറിഞ്ഞു കഴുകില്ലാന്ന് ഞാൻ കഴുകത്തില്ലേ? വേണ്ട, ആ പാത്രം നീ തൊട്ടു പോരുത്. നീ തൊട്ടണ്ട, ഞാൻ കഴുകിക്കോളാം. വയ്യാത്ത കൈയും വെച്ച് ഞാൻ പോയി കഴുകിക്കോളാം. എല്ലെങ്കിലും എല്ലാവർക്കും അതല്ലേ ആവശ്യം. ഞാനിവിടെ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും ആർക്കെങ്കിലും ഒരു വിലയുണ്ടോ? ഞാൻ പോയി കഴുകിക്കോളാം. നീ വേണ്ട, എനിക്കറിയാൻ കഴുകാൻ. ഇനി നിന്നോട് ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കില്ല മോളെ. ഞാൻ പറഞ്ഞത് തെറ്റാ. അയ്യോ അമ്മേ, അമ്മ ഓരോ സീരിയലും കണ്ടിട്ട് കിടന്നിട്ട് അവർ കരയുന്ന പോലെ കിടന്ന് കരയില്ലെങ്കിൽ വന്നേ. ഇവിടെ വാ, അവിടെ ഇരിക്കുക. എനിക്കിരിക്കണ്ട മോളെ. കൈവിട്, എൻ്റെ കൈവിട്. എനിക്ക് വയ്യ. വേണ്ട. അയ്യോ അമ്മ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അമ്മ അവിടെ ഇരിക്ക്. എൻ്റെ പൊന്നെ, ഇതെന്തോന്ന് സെന്റിമെന്റൽ അപ്രോച്ചാ? അയ്യോ, ഇങ്ങനെ അഭിനയിക്കല്ലമ്മേ. ഇതെന്തോന്നിത്? അമ്മയ്ക്ക് 5 പൈസ തന്നമ്മ 15 പൈസക്കുള്ള അഭിനയമാണല്ലോ കാഴ്ച വയ്ക്കുന്നത്. അവിടെ ഇരി. ഞാൻ പോയി പാത്രം കഴുകി വെച്ചിട്ട് വരാം. ഇന്നാ ഈ നോക്കും കൂടെ പിടിച്ചോ. അതിരുന്ന് കഴിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ അതുകൂടെ കണ്ടോ. ഞാൻ പോയിട്ട് കഴുകി വെച്ചിട്ട് വരട്ടെ. കരയില്ലേ? അച്ഛൻ വരെ എന്നെ കൊല്ലു വെച്ചൻ. ഞാൻ പോട്ടെ. ഈ പ്രപഞ്ചത്തിലെ പോരാളിനെ കുറിച്ചിട്ട് ഒരു കുട്ടികൾ ഇതുവരെ പഠിച്ചിട്ടില്ല. മണ്ടി വിശ്വസിച്ച് ഞാൻ കരഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ എന്തായാലും സീരിയലും കണ്ടോണ്ടിരിക്കാം. മോളെ, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിട്ട പാത്രം. ശരിയമ്മ. നമ്മളോട് അവളുടെ കളി. സീരിയൽ കണ്ട് അടുത്ത പാട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും.